അങ്ങനെ ചോട്ടാസ് ബഡാസിൽ ടീം ബേസ്ഡ് പെർഫോമൻസിലുള്ള ടീമിനെ നമ്മൾ ഇതാ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ചോട്ടാസ് ഭയങ്കര യൂണിറ്റിയിലാണല്ലോ, ഫുൾ വൈറ്റ് ഒക്കെ ഇട്ടിട്ട്. ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പാടാൻ പോണേ? ഭക്തിഗാനമാണ് പാടുന്നത്. പ്രയർ ബേസ്ഡ് ആണ്, അതുകൊണ്ടായിരിക്കും ഇവർ ആ ഒരു പീസൊക്കെ മനസ്സിൽ വെച്ചിട്ട്. ഓക്കെ, ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ചാവക്കാട് റഹ്മാൻ സംഗീതം ചെയ്ത അദ്ദേഹത്തിന് നല്ലൊരു ഗാനമാണ് അല്ലാഹു അക്ബർ എന്ന കീർത്തനത്തിൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചോട്ടാസ്, റെഡി അല്ലേ പാടാനായിട്ട്? എന്താ ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ ജാവസേ, എന്താണ്? ഒന്നുമില്ല അല്ലേ? അപ്പൊ നല്ലപോലെ പാടില്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്, എല്ലാവരും തകർക്കും. ഓക്കെ, ഡു ഇറ്റ്. കീർത്തനത്താലാവേശം അലതലിരക്തം ചിന്തിയ ബദരീങ്ങളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതലിരക്തം ചിന്തിയ ബദരീങ്ങളെ. കഥയിത് ഖുർആനിലോതിടുന്നു, കഥയിത് ഖുർആനിലോതിടുന്നു. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതലിരക്തം ചിന്തിയ ബദരീങ്ങളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതലിരക്തം ചിന്തിയ ബദരീങ്ങളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ
ശത്രുസേന നിരകളെ അരിഞ്ഞു വീഴ്ത്തി. ഷഹീദായ നിങ്ങളെ അല്ലാഹു വാഴ്ത്തി. ഷഹീദായ നിങ്ങളെ അല്ലാഹു വാഴ്ത്തി. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താൽ ആവേശം അലതല്ലിരക്തം ചിന്തിയ ബദരീങ്ങളെ. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താൽ ആവേശം അലതല്ലിരക്തം ചിന്തിയ ബദരീങ്ങളെ. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താൽ ആവേശം അലതല്ലിരക്തം ചിന്തിയ ബദരീങ്ങളെ. അലതല്ലിരക്തം ചിന്തിയ ബദരീങ്ങളെ. അലതല്ലിരക്തം ചിന്തിയ ബദരീങ്ങളെ. അലതല്ലിരക്തം ചിന്തിയ ബദരീങ്ങളെ. അങ്ങനെ ഛോട്ടാസ് അതുപോലെ തന്നെ ബഡാസിന്റെ ഒരു ഡിവോഷണൽ സോങ് ആയിരുന്നു നമ്മൾ കേട്ടത്. അവർ പ്രെയർ ബേസ്ഡ് റൗണ്ടിലായിരുന്നു പാടിയിരുന്നത്. ശരിക്കും വളരെ ടച്ച് ചെയ്തു കേട്ടോ പാട്ട്. നല്ലൊരു ഒരു ഡിവോഷണൽ മൂഡ് തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ നമുക്കിനി ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. അതിനു മുമ്പ് നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. കാരണം ഇത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങളെ നല്ലപോലെ പഠിപ്പിച്ചതും അത് സപ്പോർട്ട് ചെയ്തതൊക്കെ ഇവർ തന്നെയാണ്. എന്ത് തോന്നി? അവർ നന്നായിട്ട് പാടി. നന്നായി പാടിയല്ലേ സീനത്ത്? വളരെ ഹാർഡ് വർക്കിംഗ് ആണ് 3 പേരും. അവർ നന്നായിട്ട് അവരുടെ മാക്സിമം പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ആദ്യമായിട്ട് സച്ചില. നല്ലൊരു ടീമിനെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സീനത്ത്, ഫാർഷ ആണെങ്കിലും നല്ല സോഫ്റ്റ് സിംഗിങ് ആയിരുന്നു നിങ്ങളുടെ രണ്ടാൾട്ടോ. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ആ ഗ്രൂപ്പ് സിംഗിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞങ്ങൾ ദേശഭക്തി ഗാനത്തിനും സംഘഗാനത്തിനൊക്കെ ഞങ്ങൾ മത്സരിക്കുന്ന അതാണ് ഓർമ്മ വന്നത്. നിങ്ങളിപ്പോൾ ആ ഒരു മത്സരത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ്. അത്രക്കും നീറ്റായിരുന്നു ത്രൂ ഔട്ട്. നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഗ്രൂപ്പ് സിംഗിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് തന്നെ പറയാം. നല്ല വൃത്തിയായിട്ട് പാടി, എല്ലാവരുടെ പോർഷൻസും എല്ലാവരും നല്ല വൃത്തിയായിട്ടാണ് പാടിയത്. പിന്നെ നിങ്ങൾ പാടിയ ഫസ്റ്റത്തെ വിരുത്തം ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയുക, അശ്വിൻ നല്ല ഹൈ ടോണിലാണ് പാടിയത്, ജാവിസ് ബേസിൽ. അപ്പോൾ ജാവിസിൻ്റെ വോയിസ് നല്ല ഗെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബേസിൽ പാടുമ്പോൾ നല്ല ഡെപ്തായിരുന്നു. രണ്ടാളും നല്ല മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അനുപല്ലവിയിലും 3 ആളും ഒരുപോലെ തന്നെ നന്നായിട്ട് അവരവരുടെ പോർഷൻസ് നന്നായിട്ട് പാടി. പക്ഷെ ഒരു 0.5 ഒരു ബെറ്റർ ആയിട്ട് പാടിയത് അശ്വിനായിരുന്നു. നിങ്ങളുടെ 3 ആളുടെ കൂട്ടത്തിൽ അനുപല്ലവിയിലൊക്കെ എല്ലാവരും നന്നായി പ്രസൻറ്റ് ചെയ്തു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സച്ചില. ഫിറോസിക്ക. ഗംഭീരമായിരുന്നു, അസാധ്യമായി കേട്ടോ. ഭയങ്കര കളറായിരുന്നു. ഭയങ്കര ഒരു, സജില പറഞ്ഞത് തന്നെ ഞാനത് ഏറ്റു പറയുന്നു. ഭയങ്കര ഒരു ഇങ്ങനെയാണ് ഗ്രൂപ്പ് സോങ് എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. സാധ്യമായി നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എല്ലാ ഭാഗങ്ങളും വിരുത്തം നിങ്ങൾ എത്തിപ്പിടിക്കുമെന്ന് ഞാൻ പേടിച്ചു പോയി. വിരുത്തത്തിൽ കുറേയും കൂടെ പ്ലാനുകൾ റഹ്മാൻക്ക് ട്യൂൺ കൊടുത്ത്, റഹ്മാൻക്കയും ചാവക്കാട് റഹ്മാനും ആബിദ റഹ്മാനും ആണ് പാടിയത്. അദ്ദേഹം ട്യൂൺ കൊടുത്തതിൽ കുറച്ചുകൂടെ ഒക്കെ പ്ലാനുകളുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ തൊണ്ടയ്ക്ക് ചിലപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ ഗ്രൂമിങ് സെക്ഷനിൽ അതൊന്ന് ലൈറ്റ് ആക്കിയതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരുപാട് പ്ലാൻസ് പാടുമ്പോൾ അതെ ക്ലാഷ് വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അല്ലാഹു അക്ബർ എന്നാണ് ശരിക്കും. പിന്നെ അഖിലാണ്ട് അത് റഹ്മാൻക്കയുടെ ഒരു സ്റ്റൈലാണത്. ധുനിയാൽ എന്നാണ്. അല്ലാഹു അക്ബർ എന്നാണ് അവസാനത്തത്. അതൊക്കെ നിങ്ങൾ ലൈറ്റ് ആക്കിയെങ്കിലും ഭംഗിയായി. 3 പേരും ഡിവൈഡ് ചെയ്ത് പാടിയത്. പിന്നെ ജാവിസ് അതിൻ്റെ ഒക്കെ ബേസായിരുന്നു കൂടെ പോയിരുന്നത് അല്ലേ? അതെത്ര ശ്രദ്ധാപൂർവ്വമാണ് പാടിയത് കേട്ടോ. 3 പേരും പാടിയതിൽ ഒരു ലേശം ഒരു പ്ലാനുകളൊക്കെ ഒന്നുകൂടി ഭംഗിയാക്കി പാടിയത് അശ്വിനാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും മറ്റ് ആരും 2 പേരും താഴെയാണെന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. റഹനത്ത. എനിക്കും കൂടുതലൊന്നും പറയാനില്ല. ഞാനിപ്പോൾ പെട്ടെന്നൊരു പ്രൈസ് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പ് മ്യൂസിക് നമ്മൾ പറയില്ല, അനൗൺസ് ചെയ്യുമല്ലോ, ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. താങ്ക് യു.
കാരണം എനിക്കത് തോന്നി, നമ്മളൊക്കെ അതേപോലെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും, അത്രയും